ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇത് ഞാൻ വരച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതൊന്നുമല്ല കേട്ടോ. ഇത് ഞാൻ തുടക്കത്തിൽ കാണിച്ചു തന്നില്ല, ആ ഷോപ്പിംഗ് കവറിൽ നല്ല നല്ല പിക്ചേഴ്സ് കണ്ടപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായത്. എന്നിട്ട് പിന്നെ പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ ഇതാക്കുകയാണ് ചെയ്തത്. പേസ്റ്റൽ ഷെയ്ഡ്സ് നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതാകുമ്പോൾ ഒന്നും കൂടി നല്ലതാണ് കാണാൻ, സ്റ്റിക്കേഴ്സ് കാണാൻ നല്ല ക്യൂട്ടായിട്ട് തോന്നും. ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പം നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ്. പിന്നെ ഞാൻ കുറച്ച് വിൻറ്റേജ് ലുക്ക് തോന്നിക്കാൻ വേണ്ടിയിട്ട് പേജ് ലൈറ്റ് ബ്രൗണ് അങ്ങനത്തെ കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ യൂസ് ചെയ്തിട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു. പീച്ച് ഷെയ്ഡിലൊക്കെ ഉള്ളത് യൂസ് ചെയ്തിട്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ വിൻറ്റേജ് ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ആക്കാം. പിന്നെ ഇങ്ങനത്തെ കവേഴ്സ് ഇല്ലാന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. അത് നമുക്ക് സിമ്പിളായിട്ട് വരച്ചെടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഡിസൈനുകൾ തന്നെയാണ്. സിമ്പിളായിട്ട് നമുക്ക് ഇനി പിൻട്രസ്റ്റിൽ നോക്കിയിട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്തിട്ടോ ഒക്കെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ഡിസൈനുകൾ തന്നെയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കാൻ അധികം എല്ലാവരും ശ്രദ്ധിക്കാം. ഈ ലൈറ്റ് ലാവൻഡർ, ലൈറ്റ് ഗ്രീൻ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പിന്നെന്താ, അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ മുന്നത്തെ ജേർണലിംഗ് വീഡിയോസ് ഒക്കെ ഉണ്ട്, അതൊക്കെ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. ബൈ.